ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ നാളെ നമ്മുടെ ഫൈനൽ ഇയർ ട്രിപ്പ് ഗോവയിലോട്ട് പോവുകയാണ്. അമ്മേ, ഇപ്പൊ സമയം 9:30 ഇതുവരെ ഒരു സാധനം എടുത്തു വെച്ചിട്ടില്ല. എല്ലാം ഇങ്ങനെ റെഡിയാക്കി ഇവിടെ വെച്ചേക്കും. ഇനി അതൊക്കെ പാക്ക് ചെയ്യണം. അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പിന് വേണ്ടിയിട്ട് ലഗേജ് പാക്ക് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ക്ലാരിറ്റിക്ക് കുറച്ച് ഇഷ്യൂ ഉണ്ടാവും, മൈൻഡ് ആക്കണ്ട കേസ്. നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ സെറ്റ് ആക്കാം. അപ്പൊ ഇനി എല്ലാം വേഗം ഷടപടയെന്ന് പറഞ്ഞ് നമുക്ക് എടുത്തു വെക്കണം. എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗോവയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും വരുന്നതായിരിക്കും. നേരത്തെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ ഇനി ഇതെല്ലാം കഴിഞ്ഞ് എപ്പോൾ കിടക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം നാളെ നമുക്ക് ഒത്തിരി നേരത്തെ അല്ല, എന്നാൽ ഒത്തിരി ലേറ്റും അല്ലാത്ത ഒരു സമയത്താണ് ഇറങ്ങേണ്ടത്. എന്നാ പിന്നെ നമുക്ക് ലാഗ് ആക്കണ്ട, വേഗം എല്ലാം എടുത്തു വെക്കാം. പിന്നെ പാക്കിംഗ് വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ വലിച്ചു നീട്ടി കൊണ്ടുപോകണ്ടെന്നാണ് വിചാരിക്കുന്നത് ഞാനും. വേഗം തീർത്താ വേഗം പണി കഴിഞ്ഞ് പോകാം, ഏത് കിടന്നുറങ്ങാൻ എന്നിട്ട് നമുക്ക്. അപ്പൊ ഞാൻ വേണ്ട ഈ ഒരു ബാഗാണ് ഗൈസ് കൊണ്ടുപോകാൻ വേണ്ടി വിചാരിക്കുന്നത്. കുറച്ച് വലിയ ബാഗൊക്കെ എടുക്കണമെന്നുണ്ട്, കാരണം ഇത്രയും സാധനങ്ങളൊന്നും തികയൂല. എന്ന് വെച്ചാൽ ബാഗിൽ കൊള്ളത്തില്ല, അതിലും കൂടുതൽ സാധനമുണ്ട്. പക്ഷെ ഇതെല്ലാം ഞാൻ തന്നെ ചുമക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഞാൻ ബാഗിന്റെ സൈസ് ഇങ്ങനെ കുറച്ച് വരുന്നത്. അപ്പൊ സ്പ്ലിറ്റ് ആക്കി 3 ഇതിലായിട്ട് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്നത് ഇപ്പൊ. എന്തായാലും ഒരു ജീൻസ് മസ്റ്റ് ഹാവ് ആണല്ലോ, എന്തെങ്കിലും ഒരു ആവശ്യം നമുക്ക് വരാതിരിക്കത്തില്ല. അവിടെ ചെല്ലുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. എന്നാലും മറ്റേ ഫുൾ ഫ്രോക്ക് മാതിരിയൊക്കെ ഉള്ള ഡ്രസ്സ് ഉണ്ടല്ലോ, അതിടാന്ന് വിചാരിക്കുന്നത്. എന്നാലും എപ്പോഴെങ്കിലും ഒക്കെ ജീൻസിന്റെ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ജീൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ജാക്കറ്റ് ആണ്. ഇതെല്ലാം ഞാൻ തേച്ച് വെച്ചേക്കുന്ന, ഇനിയിപ്പോ എടുത്തെല്ലാം വെച്ചാൽ മതി. 2-3 എണ്ണം തേക്കാൻ വേണ്ടിയിട്ടുള്ളൂ. ജാക്കറ്റ് വന്നിട്ട് നമുക്ക് അവിടുത്തെ പള്ളിയിലൊക്കെ കയറണമെങ്കിൽ ചിലപ്പോൾ അവർ സ്ലീവ്ലെസ് ഇടാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എമർജൻസി സിറ്റുവേഷൻ വന്നാൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ജാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇതിന്റെ അകത്തോട്ട് വയ്ക്കാം. ഇത് മിക്കവാറും വണ്ടിയുടെ ബാക്കിൽ വെക്കുന്ന ബാഗായിരിക്കും. വേറൊരു ഹാൻഡ് ബാഗും പിന്നെ നമ്മുടെ HP ഒരു ബാഗും ഉണ്ട്. അത് നമുക്ക് കയ്യിൽ വെക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ളതൊക്കെ അതിൽ വെക്കാം. അവിടെ ചെന്നിട്ട് എടുക്കേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഇതിന്റെ അകത്തും പാക്ക് ചെയ്യാം. പിന്നെന്താ ഉള്ളത്? ഇത് 1-2 ഉടുപ്പുകളാണ്. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, ഡീറ്റെയിൽഡ് വീഡിയോയിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ജീൻസിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2-3 ടോപ്പും പാവാടയുടെ കൂടെ ഇടാൻ പറ്റിയ 2-3 ടോപ്പൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പൊ തികയോ ദൈവമേ, ഇപ്പൊ തന്നെ ഫുള്ളാവുന്ന അവസ്ഥയായി. ഞാൻ ആദ്യം ഒരു തവണ ഇങ്ങനെ ചെറുതായിട്ട് 2 സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആലോചിക്കുന്നത്, മൈക്ക് ഓൺ ആക്കിയില്ലല്ലോ എന്ന്. ഞാൻ അങ്ങനെ മൈക്ക് വെച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2-3 വീഡിയോസ് ആയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ മൈക്ക് ഓൺ ആക്കുന്ന കാര്യം ഞാൻ അങ്ങ് മറന്നു പോകും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പറയും. കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്ന, അയ്യോ ഇതൊന്നും കിട്ടിയിട്ടില്ല. ഏതാന്ന് നോക്കണേ. ഓക്കെ, ക്വാളിറ്റി ഇഷ്യൂ ഉണ്ടാവും കേസ്. ഒന്നാമത് ഇത്രയും രാത്രിയിലല്ലേ എടുക്കുന്നത്. ഇവിടത്തേക്ക് വെട്ടം ഓൺ ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒന്നും കിട്ടത്തുമില്ല, അതാണ് പ്രശ്നം. പിന്നെന്താ, ഞാൻ ഇത്രയൊക്കെ ഡ്രസ്സ് മതിയോന്നൊന്നും ആലോചിച്ചു പോടെ, എന്നിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരാം. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിട്ടുപോകും. വീഡിയോ എടുത്തോണ്ടിരുന്ന ഞാനിങ്ങനെ സംസാരിച്ച് അവസാനം എടുക്കേണ്ട സാധനം ഒക്കെ വിട്ടുപോകും. അപ്പൊ ഞാൻ ഇത്രയും ഡ്രസ്സ് ഓക്കെ ആണോ മതിയോ എന്നൊക്കെ നോക്കിയിട്ട് വേഗം തിരിച്ചു വരാം. അപ്പം കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലിടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് റൂമിൽ ഇട്ടുകൊണ്ട് നടക്കാൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പൊ റൂമിലിടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സാണ് കേസ് ഇതൊക്കെ. 2 സെറ്റ് എടുക്കുന്നുള്ളൂ, അത് തന്നെ ധാരാളമാണെന്നാ തോന്നുന്നത്. ഒത്തിരി ലഗേജ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാ. അത്ര ഒന്നും കഷ്ടപ്പെടാൻ എനിക്ക് വയ്യ. പിന്നെന്താ, ഇനി 2-3 ഡ്രസ്സ് തേക്കാനുണ്ട്. പക്ഷെ അത് തേക്കണമെങ്കിൽ ഇവിടുത്തെ കച്ചറകളൊക്കെ മാറ്റണം. കച്ചറകളല്ല, എന്റെ മേക്കപ്പ് ഐറ്റംസും പിന്നെ സ്വെറ്റർ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. കാരണം നമ്മള് നൈറ്റ് ഫുൾ ട്രാവൽ ആണ്. അപ്പോ എന്തായാലും തണുപ്പ് ഒരു പ്രശ്നമായിട്ട് വരും, പ്രത്യേകിച്ച് എനിക്ക്. അതുകൊണ്ട് ഞാനൊരു സ്വെറ്റർ ഭയങ്കര ക്യൂട്ടാട്ടോ. ഞാൻ ഇട്ട് കഴിയുമ്പോൾ കാണിച്ചു തരാം. വൈകുന്നേരത്തെ വ്ളോഗിലൊക്കെ കാണുമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഞാൻ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ അപ്പൊ പറഞ്ഞുതരാം. ഭയങ്കര ക്യൂട്ടാ സ്വെറ്റർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു പുതപ്പെടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. അപ്പം എന്നാലും തണുപ്പ് കൂടിക്കഴിഞ്ഞാൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ഷോൾ മാതിരി ഒരു സാധനം കൂടി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ബാഗിൽ വെച്ചിട്ട് കാര്യമില്ല, കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള സാധനമാണ് അതൊക്കെ. പിന്നെ ഇനി നമുക്ക് അപ്പൊ ഈ ബാഗ് പതുക്കെ നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മുടെ ഹാൻഡ് ബാഗിലുള്ള ഐറ്റംസ് നമുക്ക് പാക്ക് ചെയ്യാം. ഇതാണ് ഗൈസ് കയ്യിലെടുക്കുന്ന ഫസ്റ്റ് ബാഗ്. കയ്യിലല്ല, ഇങ്ങനെ തൂക്കിയിടാലോ, മീൻസ് തൂക്കിയിടുന്നല്ല, പുറത്തിടാൻ പറ്റുന്ന ബാഗ് ഒരെണ്ണം ഇതെടുക്കാന്ന് വിചാരിച്ചു. ഇതിന്റെ അകത്ത് മറക്കാതെ വെക്കേണ്ട കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഒന്നാണ് എഗ്രിമെന്റ്. ട്രിപ്പ് കോർഡിനേറ്റർ ആണ് ഗൈസ്, ടൂർ കോർഡിനേറ്റർ ഞാനാണ്. അതുകൊണ്ട് നമ്മുടെ എഗ്രിമെന്റ് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്.
അതെന്തായാലും നമുക്ക് എടുക്കണം. അപ്പോൾ അത് മറക്കാതെ എടുത്ത് ആദ്യം വെച്ചേക്കാം. ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്, നമുക്ക് സെറ്റാക്കാം. പിന്നെ ഞാൻ എവിടെ പോയാലും എനിക്കൊരു സമാധാനത്തിനും ധൈര്യത്തിനും എപ്പോഴും എന്റെ ബാഗിൽ കാണുന്ന രണ്ട് ഐറ്റമാണ്. ഒന്ന് ഒരു കൊന്തയും കാണും. ഈ കൊന്ത എന്റെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. അതേപോലെ തന്നെ ഒരു കൃഷ്ണന്റെ ഒരു ഇതും കാണും. ഈ കൃഷ്ണന്റെ എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടിട്ട് എന്റെ കൂടെ ഉള്ളതാണ്, ഇപ്പോഴും ഉണ്ട്. എവിടെ പോയാലും ഞാൻ കൊണ്ടുപോകും. ചിലർക്ക് ചിലപ്പോൾ ഇതൊക്കെ എന്താ ഓവറല്ലേന്ന് തോന്നും, പക്ഷെ ഒരു സമാധാനത്തിന് ഇങ്ങനെ എടുക്കുന്നതാണ്. നമ്മുടെ ഒരു വിശ്വാസം, അത്രേ ഉള്ളൂ. അത് നമുക്ക് വെക്കാം. പിന്നെ ഈ ബാഗിൽ വെക്കേണ്ട ഐറ്റംസ് എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വെറ്റർ വെക്കാം. സ്വെറ്റർ കുറച്ച് വണ്ണ കൂടുതലാണല്ലോ ദൈവമേ. സ്വെറ്ററൊക്കെ ആദ്യം വെക്കുന്നതല്ലേ നല്ലത്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാ ഇങ്ങനെ ഇത്രയും ദൂരത്തോട്ടൊക്കെ പോവാൻ ഇങ്ങനെ വലുതായിട്ട് പാക്ക് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല കേസ്. തൊട്ടടുത്ത് വല്ലതും ഒക്കെ ആണെങ്കിൽ എന്ന് വെച്ചാൽ കേരളത്തിനുള്ളിൽ തന്നെയാണ്, നമുക്ക് എങ്ങനെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പാക്ക് ചെയ്യാം. ഞാൻ എക്സ്പേർട്ട് ആണ്. പക്ഷെ എന്താന്ന് അറിയത്തില്ല, എനിക്ക് ഇപ്പൊ പോവാൻ പാക്ക് ചെയ്യാൻ അങ്ങനെ ഒരു മൂഡ് വരികയോ അല്ലെങ്കിൽ എന്തെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല എനിക്ക്. എന്തോ ചെറിയ ടെൻഷനൊക്കെ ഉള്ള മാതിരി. ഓക്കെ ആവുമായിരിക്കും അല്ലേ? പിന്നെ ഈ സാധനം, ഇത് എനിക്ക് നമ്മുടെ വയർലെസ് ട്രിപ്പ് പോയപ്പോ, അതായത് എന്റെ അച്ചു നിങ്ങളുടെ വയർലെസ് ട്രിപ്പ് പോയ സമയത്ത് മേടിച്ചോണ്ട് വന്നതാ. ഇതും ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. അപ്പൊ ഇതെടുക്കാന്ന് വെച്ചു. ചെവിക്ക് ഒരു പ്രൊട്ടക്ഷൻ ആണല്ലോ, കാറ്റ് കയറാതെ. സൗണ്ട് ഒക്കെ ഉണ്ട്. ഇത് ചിപ്പിമോക്ക് ഈ സാധനം ഭയങ്കര പേടിയാണ്. അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും നാളും ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെന്റെ കൈ കിട്ടിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല. അവൻ ഈ വർഷത്തെ ട്രിപ്പിന് പോയപ്പോ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പൊ ഇതെന്തായാലും നമുക്ക് ബാഗിൽ വെക്കണം. പക്ഷെ ഇതൊക്കെ എടുത്ത് ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയാവും. അപ്പൊ ഇത്ര സാധനങ്ങളെ ഉള്ളൂന്നാ ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോ നേരത്തെ പാക്ക് ചെയ്തപ്പോ ഞാൻ എന്തെങ്കിലും ഒക്കെ വിട്ടുപോയോ? ഇനി ആലോചിച്ചിട്ട് വരാം കേസ്. ഓക്കെ, എനിവേ അതും അവിടെ നിൽക്കട്ടെ. ഈ ഒരു ക്യാപ്പ് കൊടുക്കാന്ന് വിചാരിച്ചു, വെറുതെ ഒരു രസത്തിന്. ഏതായാലും ഇത്രയും സാധനങ്ങൾ എടുക്കുന്നതല്ലേ, അപ്പൊ പിന്നെ ഇതായിട്ട് ഇതായിട്ട് മാറ്റി നിർത്തണ്ട. സോ ഇതും ഇരിക്കട്ടെ. കയ്യിൽ ഈ ഒരു ബാഗ് എടുക്കാന്നാ വിചാരിക്കുന്നത്. അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് അത്ര അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ കാണിച്ചു തരാം. പവർ ബാങ്ക്. ഈ സാധനം ഭയങ്കര അത്യാവശ്യമാണ്. ഞാൻ ട്രിപ്പിന് വേണ്ടി ഇപ്പൊ വാങ്ങിച്ചതാ ഇത്. ഈ ഒരു പവർ ബാങ്ക് ഭയങ്കര അത്യാവശ്യം എന്നെ സംബന്ധിച്ച്. കാരണം വ്ളോഗ് എടുക്കുന്നതുകൊണ്ട് ഫോണിലെ ചാർജ് ഷടപടയെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ വാച്ച് ചാർജ് ചെയ്യണം, ഇയർപോഡ് ചാർജ് ചെയ്യണം, മൈക്ക് ചാർജ് ചെയ്യണം. അങ്ങനെ എല്ലാത്തിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു 24 മണിക്കൂർ കൂടുതൽ ബസ്സിലിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് മസ്റ്റ് ഹാവ് ആണ്. അപ്പൊ അതുകൊണ്ട് പവർ ബാങ്ക് അത് നമുക്ക് നമ്മുടെ കയ്യിൽ തന്നെ വെക്കാം. പിന്നെ മൈക്കൊക്കെ പാക്ക് ചെയ്യണം. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇനി പറ്റുള്ളൂ. പിന്നെ എന്റെ വാലറ്റ്. ഇതിൻ്റെ അകത്ത് ഞാൻ ഭയങ്കര കാശുകാരിയാണ് കേസ്. ഇപ്പോ ഇഷ്ടംപോലെ പൈസ ഉണ്ട്. കാരണം ട്രിപ്പിന്റെ പൈസ മൊത്തം എന്റെ കയ്യിലായതുകൊണ്ടേ കണ്ടോ, ഇഷ്ടംപോലെ കാശുണ്ട്. ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പൂജ്യമാവും മിക്കവാറും. അപ്പൊ എന്റെ വാലറ്റ് നമുക്ക് സൂക്ഷിച്ച് സേഫ് ആക്കി വെക്കണം. അതും വെച്ചു. പിന്നെ ഇനി എന്താ ഉള്ളേ? നാളെ മിക്കവാറും വാച്ച് കെട്ടുമായിരിക്കും. അപ്പൊ വാച്ച് എടുക്കണ്ട. പിന്നെ പിന്നെ നമ്മളെയൊക്കെ സംബന്ധിച്ച് ഈ സാധനം എന്തായാലും നമ്മുടെയൊക്കെ ബാഗിൽ കാണുമല്ലോ. സോ കയ്യിലിരിക്കുന്ന ബാഗിൽ 2 ലിപ്സ്റ്റിക് ആഡ് ചെയ്യാം. അതല്ലാതെ വേറെ ഷെയ്ഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടുണ്ട്, എന്നാലും ഇത് കയ്യിലിരിക്കട്ടെ. പിന്നെ ഒരു കർച്ചീഫ്. ഇതൊക്കെ എപ്പോഴാണ് എനിക്ക് ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കർച്ചീഫ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ മാതാജി അതേപോലെ തന്നെ പപ്പാജി കുറച്ച് സാധനങ്ങൾ നീ എന്തായാലും കൊണ്ടുപോകണം എന്നും പറഞ്ഞ് എനിക്ക് തന്നതാണ്. കണ്ണിലൊഴിക്കുന്ന മരുന്ന്, ചെവിയിലൊഴിക്കുന്ന മരുന്ന്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഭയങ്കര അസുഖക്കാരിയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന. കണ്ണിലൊഴിക്കുന്ന മരുന്ന് എനിക്ക് എപ്പോ വേണമെങ്കിലും ആവശ്യം വരാം. ചെവി അത്ര വലിയ ഇഷ്യൂ ഇല്ല. എന്നാലും തണുപ്പ് കൂടുവോ അല്ലെങ്കിൽ കാറ്റ്, ഞാനാണെങ്കിൽ സൈഡ് സീറ്റിലേ ഇരിക്കത്തുള്ളൂ. അപ്പൊ കാറ്റടിച്ച് അവസാനം ചെവിവേദന വല്ലതും വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഇനി വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയും ചെയ്യും. ഇൻ കേസ് എനിക്ക് അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമായിരിക്കും. സോ ചെവിയിലൊഴിക്കുന്ന മരുന്ന്, വിക്സ്. ഇത് ഡൈജിൻ ആണെന്ന് തോന്നുന്നു. ഡൈജിൻ. പിന്നെ അമൃതാഞ്ജനം. അതേപോലെ തന്നെ ഒരു ഫെവിക്വിക്ക്. കാരണം
ചെരുപ്പൊക്കെ എപ്പോ വേണമെങ്കിലും പൊട്ടിപ്പോവാം. അപ്പം എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ പരിചയമില്ലാത്ത സ്ഥലം കൂടെയാണ്. അപ്പൊ ഓടി നടന്ന് നമ്മൾ കഷ്ടപ്പെടണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ സേഫ്റ്റിക്ക് ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എന്റെ ഹാൻഡ് ബാഗിലാണ് വെക്കുന്നത്. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ, ഇതെപ്പോഴും ആവശ്യം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതേപോലെ തന്നെ ഒരു സാനിറ്റൈസറും എടുക്കുന്നുണ്ട് ഞാൻ. ഇതിന് അങ്ങനെ ഒരൊറ്റ ഇതാ കണ്ടോ, അകത്ത് വേറെ വേറെ അറകളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടാൻ വേണ്ടി പറ്റത്തില്ല. ഇങ്ങനെ അടുക്കി അടുക്കി വരും, അതാ ഒരു പ്രശ്നം. തൊപ്പി ഇത് നമുക്ക് ഇതിലിടുന്നതായിരിക്കത്തില്ലേ നല്ലത്. ഇത് നമുക്ക് എന്തായാലും ഇതിലിടാം. തൊപ്പി നമുക്ക് ഇതിലിടാം ഗേസ്. സ്വെറ്റർ നേരത്തെ കാണിച്ച HP-യുടെ ബാഗിൽ പാക്ക് ചെയ്യാം. വോയിസ് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി യെസ്, ഏതായാലും കുറെ നേരം നമ്മൾ ബസ്സിലിരിക്കണം. സിനിമ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ട്. പക്ഷേ എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഫേവറേറ്റ് ബുക്ക് വായിക്കുക. ഈ 2 ബുക്കും മേടിച്ചു വെച്ചിട്ട് കുറച്ചായി. അല്ല, ഇത് മേടിച്ചിട്ട് കുറച്ചായില്ല, പക്ഷെ ഇത് മേടിച്ചിട്ട് കുറച്ചധികമായി. ഇതുവരെ വായിച്ചിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ MTയുടെ മഞ്ഞ് വായിക്കാന്ന്. അതേപോലെ തന്നെ ഇത് പെട്ടെന്ന് തീരും, അധികം പേജസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു 100 പേജ് പോലും ഇല്ല, 80 പേജേ ഉള്ളൂ. സോ ഇത് വേഗം തീരും. എന്തൊക്കെയോ നോട്ടിഫിക്കേഷൻ വരുന്നു, പോട്ടെ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്യാവശ്യം പേജസ് ഉണ്ട്, അപ്പൊ പെട്ടെന്ന് തീരത്തില്ല. എന്നാലും വായിക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ഈ ദിവസങ്ങളിലായിട്ട് വായിച്ചു തീർക്കാം. എനിക്ക് പൊതുവെ രാത്രിയിൽ ഉറക്കമൊന്നുമില്ല, ബസ്സിലാണെങ്കിലും ട്രിപ്പൊക്കെ പോയി കഴിയുമ്പോൾ. അപ്പൊ ആ സമയത്തൊക്കെ ആരെ ശല്യപ്പെടുത്താതെ നമുക്ക് നമ്മുടെ ജോലി നോക്കിയിരിക്കാം. ഓക്കെ, ഇതില് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് നമുക്ക് ബാഗിൽ വെക്കാം. ഇതും നമുക്ക് മറ്റേ HP-യുടെ ബാഗിൽ വെക്കാം ഗൈസ്. ഈ ബാഗിൽ ഏറ്റവും സൈഡിൽ അത് വെച്ചു, അതങ്ങനെ സേഫ് ആയിട്ടുണ്ട്. പിന്നെ ചിപ്സ്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ കഴിച്ചില്ലെങ്കിൽ വയറുവേദന വരും. എന്ന് വെച്ചാൽ ചില സമയത്തേ അങ്ങനെ ഒരു പ്രശ്നമുള്ളൂ. പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുമ്പോൾ ഒക്കെ രാത്രിയിൽ ഉറക്കം ഇല്ലെങ്കിൽ വിശക്കും. കുറെ നേരം വിശന്നിരുന്നാൽ വയറുവേദന വരും. അപ്പൊ ഞാൻ എപ്പോ, നിങ്ങൾക്ക് അറിയാലോ, എന്റെ നേരത്തെ വ്ളോഗ് കണ്ടേക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഞാൻ എപ്പോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങോട്ടേക്കാണെങ്കിലും ഞാൻ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് എപ്പോഴും എന്റെ എല്ലാ ബാഗിലും കാണും. ഏതെങ്കിലും ഒരു ബാഗ് മിസ്സായാൽ പോലും എന്തൊക്കെ സാധനങ്ങൾ പോയി എന്ന് പറഞ്ഞാലും എനിക്ക് ഫുഡ് വേണം. അപ്പൊ അതുകൊണ്ട് എല്ലാ ബാഗിലും ഇങ്ങനെ ചെതറി സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ കഴിക്കുന്ന സാധനങ്ങൾ ഇടാറുണ്ട്. സോ ഇത് നമുക്ക് സ്പ്ലിറ്റ് ആക്കാം. കുറച്ചധികം സാധനങ്ങൾ ഉണ്ട്, ഇത്രയും ദിവസത്തേക്ക് പോകുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ചധികം ഉണ്ട്. നമുക്ക് എന്നാലും ഇതൊക്കെ സ്പ്ലിറ്റ് ആക്കാം, പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഈ സാധനം നമ്മുടെ ഹാൻഡ് ബാഗിൽ വെച്ചേക്കാം, പെട്ടെന്ന് എടുക്കാനുള്ള ഒരു സൗകര്യത്തിന്. പിന്നെ ഈ ടൊമാറ്റോയുടെ നമുക്ക് വലിയ ബാഗിൽ വെക്കുക റിസ്ക്. അപ്പൊ നമുക്ക് HP-യുടെ ബാഗിലേക്ക് വെക്കാം ഗൈസ്. പിന്നെ ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്കിങ്ങനെ ബിസ്ക്കറ്റ് ഒക്കെ ഉണ്ട്, ഓരോരോ ബാഗിലായിട്ടൊക്കെ വെക്കാം. മൂന്ന് മഞ്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, സാധനം ഞാൻ ഫ്രിഡ്ജ് വെക്കാൻ മറന്നുപോയി. അടുത്ത് പോയിട്ടുണ്ടാവോ ആവോ. അടുത്ത സംഭവം, എനിക്ക് വൊമിറ്റിങ്ങിന്റെ ഇഷ്യൂ ഇല്ല, എന്നാലും വൊമിറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ മണത്തോന്നും പറഞ്ഞിട്ട് ഒരെണ്ണമല്ല ഗൈസ്, 2 എണ്ണമാണ് തന്നേക്കുന്നത്. അത് വീട്ടുകാർ മേടിച്ചു തന്നേക്കുന്ന കേട്ടോ. ഇതൊന്നും ഞാൻ സാധാരണ എടുക്കാറില്ല, കാരണം എനിക്ക് വൊമിറ്റിങ്ങിന്റെ ഇഷ്യൂസ് ഒന്നും വരാറില്ല. അതൊരു കോൺഫിഡൻസ് ആണ്. ഇതുവരെ അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷെ എന്നാലും സ്നേഹത്തോടെ വാങ്ങി തന്ന 2 നാരങ്ങയല്ലേ, ഇരിക്കട്ടെ. ഇതെവിടെ വെക്കും ഞാൻ ഇനി? ഇതിൻ്റെ അകത്ത് തന്നെ വെക്കാം. ഇനിയിപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു സാധനം തപ്പാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ കുഴച്ചു മറിക്കും. ദേഷ്യം വരും. പോട്ടെ, സാരില്ല. അടുത്ത ഓറിയോ, ഇതെല്ലാം ഹാൻഡ് ബാഗിൽ തന്നെ വെക്കാം. എന്റെ 3 മഞ്ച്, ഈ മഞ്ച് ഈ ഹാൻഡ് ബാഗിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു പരുവാകും. അവിടെ ചെല്ലുമ്പോൾ അല്ല, ബസ്സിൽ കയറുമ്പോൾ തന്നെ ഒരു പരുവാകും. അപ്പൊ ഇത് നമുക്ക് സേഫ് ആയിട്ട് വേറെ വെക്കാം. സൈഡിൽ ഇങ്ങനെ ഇടാം. പറഞ്ഞ് ഇപ്പൊ വന്ന് കാര്യമായിട്ട് സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതൊരു ബ്രെഡ്, മറ്റേ എന്ത് ബ്രെഡാ, ഫ്രൂട്ടി ബ്രെഡ്, നോർമൽ ഒരു ബ്രെഡ്. ഇതൊക്കെ തിന്നുവോ ഞാന്? എല്ലാവർക്കും കൊടുക്കാം ഗൈസ്. ഹോസ്റ്റലേഴ്സ് ഒക്കെ ചിലപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വരുന്നെങ്കിൽ അവർക്ക് കൊടുക്കാമല്ലോ. പിന്നെ ഒരു ഓറിയോയും കൂടെ.
ഓറിയോ നമുക്ക് എന്തായാലും ഈ ബാഗിലിടാം. ഇത് നമുക്ക് നമ്മുടെ HP-യുടെ ബാഗിൽ വെക്കാം. എല്ലാം കൂടെ മറ്റേ ബാഗിലായി കഴിഞ്ഞാൽ ബുമ്മെന്നും പറഞ്ഞിരിക്കും. ഇപ്പൊ തന്നെ വോയിസ് കൊടുക്കുന്നോണ്ട് ആ പണി അങ്ങ് കുറഞ്ഞു കിട്ടി. ഇനിയിപ്പൊ ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമുക്ക് പോസ്റ്റ് ചെയ്താൽ മതി. സെറ്റ്. ഇനി ഇപ്പൊ ഉള്ള ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസ് ഞാൻ സൈഡിൽ വെച്ചു, HP-യുടെ സൈഡിൽ വെച്ചു. പിന്നെ ഇത് ഒരു തുണിസഞ്ചിയാ. ഇത് ഇപ്പൊ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഐറ്റംസ് ഒക്കെ കൺമഷി, ലിപ്സ്റ്റിക് എടുത്തു വെച്ചു, ലിപ് ലൈനർ, അതൊക്കെ നമുക്ക് നാളെ ഒരുങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യമുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തു വെക്കാം. ഇനിയിപ്പോ ചെരുപ്പ് എടുക്കണം. ഞാൻ നാളെ സോക്സും ഷൂവും ഇടാന്നാണ് വിചാരിക്കുന്നത്. ഒരു സോക്സ് വേണമെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഷൂ ഇടുന്ന എന്നാ നാളെ ഒരു ദിവസത്തേക്ക് മാത്രമാണല്ലോ. ചെരുപ്പിടാം. ഒരു ദിവസത്തേക്ക് മാത്രമായിട്ട് ഷൂ എടുക്കണോ? വെയിറ്റ് കൂടില്ലേന്ന് ആലോചിക്കുന്നത്. ഏതായാലും ഇരിക്കട്ടെ. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അങ്ങനെയല്ല കോളേജിൽ പോകുമ്പോഴും ഇടാം. നമുക്കൊരു പെയർ ഓഫ് സോക്സും കൂടെ എടുത്ത് കയ്യിൽ കരുതാം വെറുതെ. ഇത് നാളെ ഇട്ടോണ്ട് പോകാം. മഞ്ഞ നമുക്ക് കയ്യിലെടുക്കാം. പിന്നെന്താ ഇനിയുള്ള മഞ്ഞ എടുത്ത് വെച്ചേക്കാം. സോക്സ് ആയി. പിന്നെ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അങ്ങനെ. ചെരുപ്പ് എടുക്കാം. ഈ ഷൂ നാളെ ഇടാന്നാണ് വിചാരിക്കുന്നത്. പുത്തനാണ്. ഈ ഷൂ നാളെ ഇടാൻ പോവാൻ നേരം. ഇത് നമുക്ക് ബീച്ചിൽ പോകുമ്പോ ഇങ്ങനത്തെ സാൻഡൽസ് ആവും ബെറ്റർ. സോ ഇത് നമുക്ക് പാക്ക് ചെയ്യണം. പിന്നെ ഇതൊരെണ്ണം. ഇത് നമുക്ക് ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ പെയർ ചെയ്യാൻ ബെറ്റർ ആയിരിക്കും. ഇതായിരിക്കും നല്ലത്. അപ്പോ ഇതും എടുക്കാം. ബോയ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ അല്ലേ. ഒരു ഷൂവോ ഒരു ചെരുപ്പോ അവർ എടുത്തോണ്ട് പോകും. എല്ലാത്തിന്റെയും കൂടെ അത് പെയർ ചെയ്യും. നമുക്കാണ് ഇത്രയൊക്കെ. ഒരു കണക്കിന് പറഞ്ഞാൽ നല്ലതാണ്. വേരിയേഷൻസും വെറൈറ്റീസും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ ഇതേപോലെ ട്രിപ്പ് വരുമ്പോൾ ഇതൊക്കെ ചുമന്നുകൊണ്ട് പോവുക എന്നതാണ് ടാസ്ക്. അതൊരു ടാസ്ക് തന്നെയാണ്. സ്വിഗ്ഗിയുടെ കവറിന്റെ അകത്ത് കയറ്റാം ഇതൊക്കെ. ചെരുപ്പ് ഏറ്റവും പൊക്കത്ത് വെക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഡ്രസ്സൊക്കെ വെച്ചിട്ട് ചെരുപ്പ് വെക്കാം നമുക്ക്. അത് പാക്ക് ചെയ്ത് അവിടെ ഇരിക്കട്ടെ. വേറെന്താ, എനിക്ക് എന്തൊക്കെയോ മറന്ന ഒരു ഫീലാണ് ഗൈസ്. പക്ഷെ എന്താ മറന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇനി അവിടെ ചെന്നിട്ട് ഓരോ സാധനങ്ങൾ ഞാൻ തപ്പി നടക്കും. ഞാൻ ഇങ്ങനെ അല്ലായിരുന്നു സാധാരണ പാക്ക് ചെയ്യുന്നത്. എനിക്കറിയത്തില്ല എനിക്ക് എന്താ പറ്റിയെന്ന്. ഓൾമോസ്റ്റ് ആവശ്യമുള്ളതൊക്കെ എടുത്തു എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ ഗൈസ് ഓൾമോസ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയി. നമ്മളെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ കിടന്നുറങ്ങുക. നല്ല ടയേർഡ് ആയിട്ടുണ്ട്. നല്ല ഉറക്കക്ഷീണമുണ്ട്. തലവേദന എടുക്കുന്നുണ്ട്. എന്തിനോ ടെൻഷൻ ഉണ്ട്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് സത്യത്തില്. അപ്പൊ കിടന്നുറങ്ങണം. കുറച്ചും കൂടെ ലേറ്റ് ആവും ഉറങ്ങാം. കാരണം കുറെ വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ സ്പേസിന്റെ കാര്യം സെറ്റ് ആക്കണം. അതെല്ലാം കഴിഞ്ഞ് ഇനി കിടക്കുന്ന എപ്പോഴാന്ന് അറിയത്തില്ല. പിന്നെ ഒരു സമാധാനം, കുറെ നേരം ബസ്സിൽ തന്നെയാണല്ലോ. അപ്പൊ എപ്പോഴെങ്കിലും ഒക്കെ ഉറക്കം വന്നാൽ നമുക്ക് കിടന്നുറങ്ങാം. 49 സീറ്റർ ബസ്സാണ്. അപ്പോ ഇടയ്ക്കൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏക സമാധാനം. ഒരു പെട്ടി ഞാൻ ഇവിടെ വെച്ചു. അടുത്ത ബാഗ് തേണ്ടേ ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. ഇനി അതും ക്ലോസ് ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് കിടന്നുറങ്ങണം. രാവിലെ എണീക്കണം. അതൊക്കെയാണ്. അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നാളത്തേത് പുതിയൊരു വ്ളോഗായിട്ട് ഇടാം ഗൈസ്. അപ്പോ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടന്റ് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം ഗൈസ്. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് നൈറ്റ്, സീ യു.